ഹലോ ഗൈസ്, വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വീണ്ടും ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പുറത്തു പോകാൻ പറ്റിയില്ല. കാരണം ഇവിടുത്തെ കുറച്ച് കോവിഡിന്റെ കുറച്ച് ഒമിക്രോൺ ഒക്കെ ഇവിടെ കൂടി വരിക. നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുള്ള നമ്മുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നോക്കുകയാണെങ്കിലും പിന്നെ കുഞ്ഞുങ്ങളെ ഒക്കെ ചിലയിടത്ത് കേട്ടത്തില്ല, 2 വയസ്സ് താഴെയുള്ള കുട്ടികളെ. അപ്പോൾ നമ്മൾ വിചാരിച്ചു വീണ്ടും ചലഞ്ച് വീഡിയോ ആയിട്ട് വരാമെന്ന്. അപ്പോ നമ്മൾ ഇന്നെന്താ ചെയ്യാൻ പോകുന്നത്? സെയിം കളർ ഫുഡ് ചലഞ്ച് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ഗെയിം എങ്ങനെയാണെന്ന് അറിയാമോ? അത് എനിക്ക് മാത്രം അറിയത്തുള്ളൂ, ഞാൻ പറഞ്ഞുതരാം. നേരത്തെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, ക്യാമറയുടെ പുറയിലാണ്. അപ്പം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമാണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. സാധനങ്ങൾ എന്താണെന്ന് പിന്നെ കാണിക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 2 ബൗൾ വെച്ചിട്ടുണ്ട്. ഈ ബൗളിനകത്തായിരിക്കും സാധനം വെക്കുന്നത്. സെയിം കളറിലുള്ള ഒരേ കളറിലുള്ള ഫുഡായിരിക്കും നമ്മൾ രണ്ടിലും വെക്കുന്നത്. ഒരെണ്ണം നല്ലതും ഒരെണ്ണം ചീത്തയായിരിക്കും വെക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അറ്റ് എ ടൈം ഇപ്പം ഞാനായിരിക്കും ആദ്യം വെക്കുന്നത് ചിലപ്പം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നല്ലതും വെക്കും, ഇതിനകത്ത് ചീത്തയും വെക്കും. അപ്പം അന്നേരം ഈ അനുപേട്ടൻ തിരിഞ്ഞിരിക്കുന്ന സമയത്ത് ഏതാണെന്ന് അറിയത്തില്ലല്ലോ. അപ്പം തിരിഞ്ഞു വരുമ്പം ഞാൻ ചോദിക്കും ഏതാ വേണ്ടതെന്ന്. അപ്പം ഏതെങ്കിലും സെലക്ട് ചെയ്യുന്നത് നല്ലതാണെങ്കിൽ നല്ലത് അങ്ങോട്ട് പോകും, ചീത്തയെ ഞാൻ കഴിക്കണം. അപ്പോൾ അങ്ങനെയാണ് ഗെയിം വരുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ തിരിഞ്ഞിരിക്കുന്നതിനേക്കാളും എനിക്ക് നല്ലത് നമുക്ക് ഫോൾഡ് വെച്ചിട്ട് കണ്ണ് മറച്ചിട്ട് ചെയ്യാം. അപ്പം കാണത്തില്ല. എങ്ങനെ കണ്ണ് മറക്കും? കണ്ണ് കെട്ട് വെച്ചിട്ട് എടുത്തെല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് തിരിച്ചു വെച്ചാൽ മതി. അതിന് നല്ലത് എങ്ങനെ ഇരിക്കുന്നില്ല, ഇത് കെട്ടണം അഴിക്കണം, അതിലും നല്ലതല്ലേ തിരിഞ്ഞിരിക്കുന്നത്. ശരി അല്ലേ? തിരിഞ്ഞിരുന്നാൽ ചിലപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കത്തില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പം നോക്കാം നമുക്ക് എങ്ങനെ ആയിരുന്നു വെച്ചാൽ. അപ്പൊ ഫസ്റ്റ് റൗണ്ട് ആരാ പോന്നെ? നീ വെക്ക്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ തിരിഞ്ഞിരുന്നോ? ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നേരെ തിരിഞ്ഞിരുന്നോ? ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ. അല്ലേ അങ്ങോട്ട് കള്ളക്കളി തിരിഞ്ഞോ? സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തു. ഒരെണ്ണത്തിനകത്ത് പണിയും ഒരെണ്ണത്തിനകത്ത് നല്ല ഫുഡ് കാണും. എനിക്ക് അപ്പോഴേ അറിയാതെ അവിടെ വെച്ചാ പറയാറുള്ളത്. ഞാൻ ഓർത്ത് ഇത് എടുക്കുമെന്ന് ഓർത്ത് ഞാൻ ഇന്നലെ വെച്ചു. എനിക്ക് എന്താണെന്ന് കാണണ്ടേ? പണി മേടിക്കാൻ വേണ്ടി ജീവിതം മതി. നല്ല തുടക്കം. വേണം എക്സ്ചേഞ്ച് കേട്ടോ. എനിക്ക് അങ്ങനെ അഹങ്കാരം. നല്ല വലിയ പീസ് ഒട്ടിക്കണേ. കഴിക്കുന്നില്ലേ? നീ നോക്കി വെച്ചേക്കുന്നേ. കഴിക്കുന്നേ കുറച്ച് വേണം. കഴിച്ചോ? തിന്നോ? ഞാൻ ലാസ്റ്റ് കഴിക്കാം, നിങ്ങൾ ആദ്യം കഴിക്കാം. അല്ല ഞാൻ ഒരുപാട് സഹിച്ചിരിക്കുന്നു. നല്ല ടേസ്റ്റ്. ഇതെന്ത് തീറ്റിയ? മതിയോ? അരിയൊക്കെ പോന്നു. അരിയണ്ട, ഫുള്ള് കഴിക്കണോ? വേണം, നിന്റെ ഇഷ്ടം. അങ്ങനെ വെച്ചാ എന്റെ ഇഷ്ടമാണോ? എന്നാ പിന്നെ മതി.
അപ്പം ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞിരിക്കുകയാണ്, എനിക്കൊരു പോലെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇതില് ജയിച്ചിരിക്കുകയാണ്. അടുത്തത് കുലുക്കി നോക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു, നോക്കട്ടെ. നല്ലതിലോട്ടായിരിക്കുമല്ലോ നോക്കിയിരിക്കുന്നത്. ഇതിലാണ് നോക്കുന്നത്, ഇതായിരിക്കുമോ? ഇഷ്ടമുള്ളത് ഇത് മതി, മതി. ഞാനോർത്ത് കഴിഞ്ഞ തവണ ഇതില് ചീത്ത വെച്ചതുകൊണ്ട് ഇത്തവണ ഇതിൽ നല്ലത്. വീണ്ടും സവാള നല്ലതാ, വളരെ നല്ലത്. ഇത് ജാമുള്ള ബിസ്ക്കറ്റാണ്, നല്ല ടേസ്റ്റ്. ശവത്തി കുത്തിയിരുന്നു ശവത്തില്. ജാമുള്ള ബിസ്ക്കറ്റ് കേട്ടോ, അതിനൊരു പ്രത്യേക ഭംഗിയാണ്. ജിഞ്ച. ഈ സവാള തിന്നിട്ട് വേണം തന്നെ സവാള തിന്നു നേരെ എടുത്തത്. സവാള നല്ല കുഴപ്പമില്ല. സാലഡിന്റെ ഒക്കെ കൂടെ നമ്മള് കഴിക്കാറുള്ളൂ. ഉപ്പിട്ട് ഇച്ചിരി ഉപ്പുണ്ടായിരുന്നല്ല, ഉപ്പ് കൂട്ടി കഴിക്കാവോ? ഉപ്പില്ലാതെ അടിപൊളി. ചുമക്ക് വളരെ നല്ലതാണ്. മതിയോ? ഇനിയെങ്കിലും നല്ലത് കിട്ടിയാ മതിയായിരുന്നു എനിക്ക്. അടുത്ത റൗണ്ട് ഞാൻ അടുത്ത റൗണ്ട് ചെയ്യാം. നന്നായിട്ട് അങ്ങോട്ട് തിരിയട്ടെ. അങ്ങോട്ട് ഏതാ ഇത്തവണയല്ലോ എനിക്ക് നല്ലത് കിട്ടിയാ മതി. ഞാൻ മറന്നുപോയി, ഞാൻ ഏതാ വെച്ച്. അപ്പൊ എനിക്ക് എന്റെ ക്ഷീണമൊക്കെ ഞാൻ ഒന്ന് തീർക്കട്ടെ. നാരങ്ങ. കഴിഞ്ഞ തവണ ഞാൻ നാരങ്ങ തിന്നതാണ്. ഇതെന്ത് ജീവി ഇത്? പിഴിഞ്ഞൊഴിക്കുന്നു. ഓ, എനിക്ക് കണ്ടിട്ട് പൊളിക്കുന്നു. കഴിഞ്ഞ അവിടത്തെ ഓർമ്മ വരുന്നു. നൊക്ലാജിയ നല്ല രസമുണ്ട്. ഇച്ചിരി പഞ്ചാര വെള്ളം കൂടെ വെച്ചു. എന്നിട്ട് വേണമെങ്കിൽ തരാം. ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. അത് മേത്തല്ല ഒഴിക്കാം. ഇച്ചിരി ഓവർ എക്സൈറ്റഡ് ആയിപ്പോയത്. എന്റെ ഉണക്കമുളകിന്റെയും അല്ല ചുവന്ന മുളകിന്റെയും സവാളയുടെയും ക്ഷീണം ഞാൻ തീർക്കട്ടെ. അടിപൊളി, സൂപ്പർ. കഴിക്ക്, നല്ല രസമാണ്. കഴിഞ്ഞ അവിടുത്തെ വീഡിയോയിൽ ഓർക്കുന്നുണ്ടോ? എന്തോ കഴിഞ്ഞ അവിടെ ഞാൻ നിന്നപ്പോ എന്തായിരുന്നു രസം അല്ലേ? നല്ല രസം തോന്നുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് പോവാ. അപ്പൊ ഞാൻ ഇനി അടുത്തത് അപ്പൊ തിരിഞ്ഞോ. എന്താ
അല്ല എങ്ങോട്ടും നോക്കിയിരിക്കുന്നത്. അയ്യോ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന കണ്ടപ്പോ ഞാൻ ഓർത്ത് ഏതാണ്ട് പന്നലാണ്. കഴിഞ്ഞ തവണ ചീത്ത ബോളിലായിരുന്നു നോക്കിയിരുന്നു. എനിക്ക് ഉപ്പാണ് ഗൈസ്, ഉപ്പ്. വീണ്ടും മിൽക്കി ബിസ്ക്കറ്റ് പ്രത്യേകത. പണ്ട് നമ്മളില്ല ചെറുപ്പത്തിലില്ല ശക്തിമാന്റെ ഒക്കെ സീരിയല് വരുമ്പോ സ്പോർട്സ് എടുത്ത് കാണിച്ചിട്ടുണ്ട്. ശക്തിമാൻ ആ സാധനം മേടിച്ചത് ഇതെല്ലാം പൊടിഞ്ഞു പൊടിഞ്ഞു പോവാണ്. അടിപൊളി. അത് ഇവിടുത്തെ ബോസ് ബേബി പൊടിച്ചു എല്ലാ ബിസ്ക്കറ്റ് മേടിച്ചല്ലോ അവന്. ടേസ്റ്റിന്റെ ഇതുള്ള മേ പോന്നിരിക്കുന്നല്ലോ ഇത്. അതിങ്ങനെ ഇങ്ങനെ ഓണിച്ചിരിക്കും. ഇതിനകത്ത് ക്രീമാട്ടോ ഇവിടുത്തെ സാധനത്തിന്റെ ക്രീമിന്റെ പരിപാടി. അതിങ്ങനെ ക്രീം ഇങ്ങനെ നക്കി തിന്നിട്ട് ബിസ്ക്കറ്റ് അടച്ചിട്ട് നമുക്ക് തരും. കുഞ്ഞ് ടേസ്റ്റാ ബിസ്ക്കറ്റ്. അതിന് മാത്രം തുള്ളി ഉപ്പ് എടുത്തിട്ട് വച്ചിരുന്നില്ല. ഓ നല്ല ടേസ്റ്റ് ഉണ്ടോ കേട്ടോ ബിസ്ക്കറ്റ്. എനിക്ക് BP കൂടി എന്നെ ആശുപത്രി കൊണ്ടുപോക്കണം. നല്ല ബിസ്ക്കറ്റ് കേട്ടോ. ഉപ്പിന് എന്താ ടേസ്റ്റ്? ഉപ്പിന് ഉപ്പ് ഉപ്പിന് മധുരമാവും. BP കൂടും, അതുകൊണ്ട് മതി. ഓക്കെ, ഇനി അടുത്ത ഞാൻ കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മളെ അടുത്തത് പറയാം. വലിയ കുഴപ്പമില്ല കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു സൈസ് ഇതാണ്, ദാലാണ്, മസൂർ ദാൽ എന്ന് പറഞ്ഞാൽ. അത് ഇവിടെ പരിപ്പൊക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഓറഞ്ച് കളർ കേട്ടോ. നമ്മുടെ നാട്ടിലെ പരിപ്പിന്റെ നമ്മുടെ നാട്ടിലെ സാമ്പാർ പരിപ്പല്ല, നമ്മുടെ ഇതിലെ മിച്ചറിനകത്തൊക്കെ ഒരു സാധനം കണ്ടിട്ടില്ലേ, ഒരു സൈസ് ഇങ്ങനെ ചെറിയ ഉണ്ട പോലെ കറുത്തിരിക്കുന്നു. അതുപോലെ സാധനമാണ്. ഇല്ല മറ്റേ മിച്ചറിനകത്ത് കാണത്തില്ല ഒരു സൈസ് പരിപ്പില്ല, ചെറിയ നല്ലടി വേറൊരു കറുത്ത പരിപ്പ് എടുത്തില്ലേ, ആ സാധനം അതിന്റെ കൂട്ടത്തിൽ സാധനമാണ് ഇത്. മറ്റേ പരിപ്പറിയൊക്കെ ഉണ്ടാക്കാൻ എവിടെ എടുക്കുന്നത്? ഇവിടെ മിക്കവാറും നമ്മുടെ ഈ വെണ്ടയ്ക്കല്ല പരിപ്പിന്റെ കൂടെ ഇട്ട് ഇത് നല്ല ടേസ്റ്റ് ആണ്. എനിക്ക് നാരങ്ങ മുട്ടായി വേണം. ഇത് നൊക്ലാദിയ പൊട്ടിക്കാൻ പറ്റുന്നില്ല. ടേസ്റ്റ് നമ്മുടെ ടൊമാറ്റോയുടെ ടേസ്റ്റ് ആണ് കേട്ടോ, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നല്ലതാണ് ഇത്, നല്ലതാ. ഞാനപ്പൊ നാരങ്ങ മുട്ടായി കഴിക്കാം. ഇത് വലിയ നാരങ്ങ മുട്ടായി. ഓറഞ്ച് ഫ്ലേവർ ഇത് കാണുമ്പോൾ നൊക്ലാജി കേട്ടോ. ഇതല്ല കേട്ടോ, അത് ഓറഞ്ച് മിഠായി, നാരങ്ങ മിഠായി. വേണോ? പറയല്ലേ. എന്താ ടേസ്റ്റ്? നമ്മുടെ തോമരയില്ലേ, തോമരയുടെ ടേസ്റ്റ് ഉണ്ട്. ചെറിയ ചവർപ്പുണ്ട്. നിങ്ങളുടെ കൈകൊണ്ട് പറക്കിയിരിക്കുക. നല്ല രസല്ലേ, ഹെൽത്തി. ഗ്യാസ് കയറുമോ?
അടുത്ത റൗണ്ട്. തിരി ഇതിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതായിരിക്കും ചിലപ്പോൾ നല്ലത്. വീണ്ടും ബിസ്ക്കറ്റ് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇതെന്താ ബിസ്ക്കറ്റ് മേളയോ? ബിസ്ക്കറ്റ് മേളയാ തോന്നുന്നു. ബിസ്ക്കറ്റ് കിട്ടുന്നത്. പ്രോട്ടീൻ പോയി നാരങ്ങോട്ടായും പോയി. എനിക്ക് പാവയ്ക്കൊക്കെ എനിക്ക് ബർപ്പൺ ബിസ്ക്കറ്റ്, പഞ്ചസാര മണ്ടയ്ക്ക് തൂങ്ങിയ ബിസ്ക്കറ്റ്. എന്താ ക്രീം ഭയങ്കര ടേസ്റ്റാണ്. നല്ല ഇത് ആക്ച്വലി വറുത്തം കണ്ടിരിക്കുന്നല്ലേ. ശുദ്ധമായ തൈരിൽ വെയിലത്തെ ഉണക്കിയില്ല, സൺലൈറ്റിൽ ഉണക്കി എടുത്ത് ഉണ്ടാക്കിയ നമ്മുടെ തൈര് മുളക് കൊണ്ടാട്ടം. മുളക് കൊണ്ടാട്ടം. മതിയോ? അങ്ങനെ ബിസ്ക്കറ്റ് തീറ്റയും കഴിഞ്ഞിരിക്കുകയാണ്. ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് തിന്നുന്ന മടുത്ത. ഇനി അടുത്ത കളർ വരട്ടെ. ഞാനല്ലേ അപ്പോ അത് ചെയ്തോണ്ടിരിക്കുന്ന ഇടയ്ക്ക് വേറെ ആളും കൂടെ വന്നിട്ടുണ്ട്. ഉറക്കമൊക്കെ കഴിഞ്ഞ് ചാടി എണീക്കുന്നത് ഇവിടെ നോക്കി നിൽക്കുവായിരുന്നു. അപ്പൊ നമ്മള് അവനെയും കൂടെ പിടിച്ച് ഇരുത്തി ഒരു ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്ത്. ഹലോ ഗൈസ് പറഞ്ഞേ. ഹായ് ഗൈസ്. ഹായ് ഗൈസ് എന്ന് പറഞ്ഞു. ഹായ് പറഞ്ഞു. അപ്പൊ അടുത്ത ലാസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ കിടക്കുവാണ്. അപ്പൊ തിരിഞ്ഞു. ഇത് ലാസ്റ്റ് റൗണ്ട് കേട്ടോ. യെസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് റൗണ്ടിൽ എടുത്ത് പൊക്കിയേക്കല്ലേ മോനെ. നോക്കല്ലേ. ഓക്കെ തിരിഞ്ഞോ. അയ്യോ പാട്ട് പാളി ഗൈസ്. എനിക്ക് ബിസ്ക്കറ്റ് എനിക്ക് മറ്റേ ബിസ്ക്കറ്റ് കോക്കനട്ട് ബിസ്ക്കറ്റ്. ഓ എനിക്ക് പേടിയായിരുന്നു. ഇതെങ്ങാടും എനിക്ക് കിട്ടിയത് ആദ്യം ഒരു മുളക് കിട്ടിയതല്ലേ. കഴിച്ച കഴിച്ച കഴിച്ച. അപ്പൊ ഞങ്ങൾ രണ്ട് ബിസ്ക്കറ്റ് കഴിക്കാം. ഞാൻ തിന്നണോ? പിന്നെ തിന്നണം. അയ്യോ ഒടിഞ്ഞു പോയി. ഞങ്ങൾ രണ്ട് ബിസ്ക്കറ്റ് തിന്നാ. ഞാൻ മുളക് കടിച്ചപ്പോ എന്താ ഇതെന്ത് കടിയായിരുന്നു. ആക്ച്വലി ഞാനിത് പൊട്ടിച്ചിട്ടാവട്ടെ അല്ല വെച്ചത്. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇരിക്കുമ്പോഴല്ലോ ഇതിങ്ങനെ പൊങ്ങിയിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ ഇതിനകത്ത് വന്ന് പൊട്ടിച്ചിട്ട് രണ്ട് ബിസ്ക്കറ്റ് വെച്ചിട്ട് തിരിച്ചു വെച്ചു. പട്ടി പണിയിട്ട് പട്ടിയോ? പട്ടിയല്ല പണി. മൂന്ന് നാലല്ലേ? ഞാൻ തന്നെ തോറ്റ. അടിപൊളിയായിട്ടുണ്ട്. ഇരിക്കുന്നോടാ കൈ വിട്ടിട്ട് എല്ലാ റൗണ്ടുകളും ഇവിടെ തീർന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ ചാലഞ്ച് എല്ലാം തീർന്നിരിക്കുകയാണ്. അപ്പൊ 4, 3 ദേവൂര് 3 ഉള്ളൂ. എനിക്ക് 4. ഞാൻ ജയിച്ചിരിക്കുകയാണ്. അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് വളർന്നു വരുന്ന യുവ അപ്പോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം തുടർന്നും. അപ്പോ നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കുക. നമ്മൾ നെക്സ്റ്റ് ഇതില് ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും. അതെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക. നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല, ശരിയാക്കും. അപ്പൊ ഓക്കെ ബൈ. അപ്പൊ എല്ലാവർക്കും ബൈ. എല്ലാവരും
എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ. ബൈ. ഞാൻ തിന്നോ.